ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പടത്തിനെ കുറിച്ചാണ് ഗൈസ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിനെക്കുറിച്ച് ഞാൻ പറയത്തില്ലായിരുന്നു. കാരണം ഞാൻ ഇന്നാണ് ഗൈസ് ആ പടം കാണുന്നത്. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി ഗൈസ്. പടത്തിൻ്റെ പേര് F1 എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രാഡ് പിറ്റിൻ്റെ പടം. ആക്ച്വലി എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ഗൈസ്. എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനത് ഇപ്പോഴാണ് OTT ഇറങ്ങിയപ്പോഴാണ് അത് കാണുന്നത്. എൻ്റെ അത് ആപ്പിൾ TV ഇറങ്ങിയിരിക്കുകയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി, കാണാത്തവരുണ്ടെങ്കിൽ ഗൈസ് പോയി കാണുക. കിടിലൻ പടം എന്ന് വെച്ചാൽ കിടിലൻ പടം. എന്തിന് ഞാനിത് തിയേറ്ററിൽ പോയി കാണാതിരുന്നതാണ് ഗൈസ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഇതിൻ്റെ ആ ഒരു റേസിങ് സംഭവം എല്ലാം വരുന്നൊരു കിടിലൻ പടമാണ് ഗൈസ് സത്യം പറഞ്ഞാൽ. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല കേസ്. ഞാൻ ആക്ച്വലി ഈ പടം എന്തിനു മിസ് ചെയ്തെന്നാണ് കേസ്. ആക്ച്വലി ഞാൻ ഈ പടത്തിൽ പോകണമെന്ന് പറഞ്ഞിരുന്നതാണ്. ആൻഡ് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് കേസിനെ ശരി ഇംഗ്ലീഷ് പഠനത്തൊക്കെ പോകുന്നത്. അവനാണെങ്കിൽ ഇവിടുന്ന് അങ്ങ് ട്രിവാൻഡ്രം പോയി. അപ്പോൾ പിന്നെ അവൻ അവിടെ പോയി കണ്ട്, അവൻ തിയേറ്ററിൽ പോയി കണ്ട് കേസ്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. കാര്യം ഞാനാണെങ്കിൽ അവൻ വിളിച്ചത് ഏറ്റവും അവസാനമാണ് കേസ്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞടാ, ഓഗസ്റ്റ് 22 എന്തായാലും OTT വരുന്നുണ്ട്, അപ്പം ഞാൻ എന്തായാലും കണ്ടോളാം എന്ന് പറഞ്ഞു ഞാൻ ഇരുന്നു കേസ്. ബട്ട് ആക്ച്വലി അതൊരു വലിയ തിരിച്ചടിയായിപ്പോയി. ഈ പടം തിയേറ്ററിൽ കാണേണ്ട പടമാണ് കേസ്. പറ്റുമെങ്കിൽ ഏറ്റവും വലിയ സ്ക്രീനിൽ തന്നെ കാണുക. കാരണം ഇത് OTT കണ്ട എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നല്ല, OTT കാണേണ്ട പടമല്ല കേസ്. ഇതൊരു തിയേറ്ററിൽ കാണേണ്ട ഒരു IMAX. നിങ്ങളുടെ ഈ പൈസ ഉണ്ടെങ്കിൽ ഗോ ഫോർ IMAX കേസ്. ഞാൻ അത്രേ പറയത്തുള്ളൂ. കാരണം ഇത് അങ്ങനെ കാണേണ്ട പടമാണ്. കിടിലൻ പടം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പടം ഗൈസ്. എന്താ പറയണ്ട, ബ്രാഡ് പിറ്റിൻ്റെ ക്യാരക്ടർ, സണ്ണി ഹേസ് എന്ന് പറഞ്ഞുള്ള ക്യാരക്ടർ, എൻ്റെ പൊന്നോ കിടിലോ എന്ന് വെച്ച് കിടിലൻ ക്യാരക്ടർ. സത്യം പറയണ്ട, വൺ ഓഫ് ദി ബെസ്റ്റ് റിട്ടേൺ ക്യാരക്ടറാണ് പുള്ളിയുടെ ക്യാരക്ടർ. അതിൻ്റെ അതിൽ കൂടെ പുള്ളിയുടെ കൂട്ടുകാരനായിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള കൂടെ റേസ് ചെയ്യുന്ന പാർട്ട്ണർ ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ആ ഒരു റേസിന് വേണ്ട ആൾക്കാരായിക്കോട്ടെ, അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇല്ലായിരുന്നു. അതിൻ്റെ അവസാനം വന്ന് വില്ലൻ പോലും ഇല്ലായിരുന്നു. അതിൻ്റെ അവസാനം മാത്രമേ ഉള്ളൂ വില്ലൻ. അതിൻ്റെ സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ പോയി കാണുക. അതിൻ്റെ ഈ പടത്തിൻ്റെ കഥയൊക്കെ കിടിലൻ കഥയാണ് ഗൈസ്. ഞാൻ അന്നേ ആലോചിക്കേണ്ടായത് ഇത്. കാരണം ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ടോപ്പ് ഗൺ മേവറിക്ക് ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. പുള്ളിയുടെ പേര് എനിക്കറിയില്ല ഗൈസ്, ഇത് ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത്. ഞാൻ അന്ന് ചോദിച്ചാൽ ഈ പടത്തിൻ്റെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടേനെ ഗൈസ് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അന്നേ പോയി കാണണമെന്ന് വിചാരിച്ച പടമാണ്, ബട്ട് കാണാൻ പറ്റിയില്ല. എന്തോ ചെയ്യാൻ, എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് ഗൈസ്. ഇനിയെങ്കിലും ഇങ്ങനത്തെ പടങ്ങളൊന്നും മിസ് ചെയ്യാതെ തിയേറ്ററിൽ ഒറ്റയ്ക്കായാലും ഞാൻ പോയി കണ്ടിരിക്കും ഗൈസ്. ബേസിക്കലി ഞാൻ കൂടുതലും തമിഴ് മലയാളം പടങ്ങൾക്കാണ് പോകുന്നത്. ബട്ട് ഇംഗ്ലീഷ് പടം ഭയങ്കര റെയറായിട്ടാണ് ഗൈസ് പോകുന്നത്. ഞാൻ മിഷൻ ഇമ്പോസിബിൾ അങ്ങനെയാണ് അവസാനം പോയി കണ്ടത്. അവസാനത്തെ പടം മിഷൻ ഇമ്പോസിബിൾ റെക്കണിങ് അതാണ് ഗൈസ് അവസാനം പോയി കണ്ടത്. ബട്ട് എന്നാലും ഞാൻ പറയാണ് ഗൈസ്, ഈ പടം മിസ് ചെയ്ത് ഞാൻ റിഗ്രറ്റ് അടിക്കുന്നു. ഐ ആം റിഗ്രറ്റിംഗ് ഇറ്റ് ഫോർ എവറി ഡേ. ആൻഡ് എന്ത് കിടിലൻ പടമാണ് ഗൈസ്. അതിൻ്റെ അകത്ത് ഒരു ഫ്രെയിം ആയിക്കോട്ടെ, പുള്ളിയുടെ ഒരു ഓറ ആയിക്കോട്ടെ, ബ്രാഡ് പിറ്റൊക്കെ എന്ത് കിടിലൻ ആക്ടറാണ് ഗൈസ്. പുള്ളിക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് ഞാനൊന്ന് നോക്കട്ടെ. പുള്ളിക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് പറയാം. ബ്രാഡ് പിറ്റ് പുള്ളി പണ്ടത്തെ ഒരു ഫ്ലാഗ് തന്നെയാണ് ഗൈസ് ഇപ്പോഴും. പുള്ളി എന്ത് കിടിലാണ് ആക്ച്വലി. എൻ്റെ ഏറ്റവും സ്ലോ വയസ് ബ്രാഡ് പിറ്റ് 61 വയസ്സുണ്ട്. ആ മനുഷ്യ ഇരിക്കുന്നതാണ് ഇപ്പോഴും. ബോഡിയൊക്കെ കിടിലമാക്കി വെച്ച് ലിറ്ററലി കില്ല. ആൻഡ് പുള്ളിക്ക് ഒരു പുള്ളി ഒരു പഴയ റേസറായിരുന്നു. ബട്ട് പുള്ളിക്ക് ജയിക്കാൻ പറ്റില്ല. 30 വർഷങ്ങൾക്ക് ശേഷം F1 ജയിക്കുന്നൊരു കഥയാണ്. കിടിലൻ കഥയെന്ന് വെച്ചാൽ ഫോർമുല 1 ജയിക്കുന്നൊരു സംഭവമാണ്. കിടിലെന്ന് വെച്ചാൽ കിടിലൻ ആക്ച്വലി ഗൈസ്. ഇമോഷൻ ഹൈ എപ്സിനുള്ള എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹുക്കപ്പ് ചെയ്യാനുള്ള ഇത് കൈയടിക്കാനുള്ള സാധനം എല്ലാം ഈ പടത്തിൽ തന്നെ ഉണ്ട് ഗൈസ്. അതുപോലെയാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു റിയലിസ്റ്റിക്കലി ആ ഒരു ഫോർമുല 1 ഷൂട്ട് ചെയ്തിരിക്കുന്ന കഴിഞ്ഞിട്ട്. ആൻഡ് ഒരുപാട് ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട് ഗൈസ്. ജപ്പാനിൽ കാണിക്കുന്നുണ്ട്, അബുദാബിയാണ് ലാസ്റ്റ് ക്ലൈമാക്സ് ചെയ്യുന്നത്. ആൻഡ് അമേരിക്ക ആയിക്കോട്ടെ, ലോസ് ഏഞ്ചൽസ്, അങ്ങനെ എല്ലാ സ്ഥലവും കാണിക്കുന്നുണ്ട് ഗൈസ്. ആൻഡ് ലിറ്ററലി ഈ പടം ഭയങ്കര കിടിലാണ്. ആൻഡ് തുടക്കത്തിൽ തന്നെ പുള്ളിയുടെ ഒരു കിടിലൊരു റേസ് കാണിച്ചാണ് പടം തുടങ്ങുന്നത്. പുള്ളി എഴുന്നേറ്റ് വരുന്നു, പുള്ളി ഡ്രസ്സ് ചെയ്യുന്നു, പുള്ളി റേസ് ചെയ്യുന്നു ഒരു മെക്ലാരൻ കാറിൽ. ആൻഡ് ദാറ്റ് വാസ് ആക്ച്വലി കിടിലം. എന്ത് കിടിലാണ് ഗൈസ്.
ആൻഡ് നമ്മൾ വിചാരിക്കുന്ന ചില സ്ഥലങ്ങളിൽ പുള്ളി നമ്മൾ വിചാരിക്കും ഓ പുള്ളി ഇപ്പം ജീവിച്ച് കാണിക്കും. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പുള്ളിക്ക് പറ്റാത്ത പരിപാടി ആണെന്ന് കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേസ്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇൻകേസ് പറ്റുമെങ്കിൽ പറ്റുന്നവരൊക്കെ ഇപ്പോൾ OTT ഇറങ്ങിയിട്ടുണ്ട്. ഇൻകേസ് ഡു വാച്ച് ഇറ്റ്. ആൻഡ് ഇത് ആക്ച്വലി ഭയങ്കര കില്ലുമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഹുക്കപ്പായിട്ടിരുന്ന് കാണുക. ആൻഡ് ഇതൊരു തിയേറ്ററിൽ കണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും വൈബ് അടിച്ചേനെ എനിക്ക്. ബട്ട് ആക്ച്വലി എനിക്ക് പറ്റിയില്ല. സോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഐ ആം സോ ഫെഡ് അപ്പ്. ആൻഡ് രാത്രി 12:30 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 12:30-ക്കാണ്. ഞാൻ പടം ഇപ്പം കണ്ട് തീർത്തേ ഉള്ളൂ ഗൈസ്. ഞാൻ വീട്ടിലുള്ള എൻ്റെ ഒരു TV-യിലിട്ടാണ് കാണുന്നത്. എന്നിട്ട് TV വലുതാണ്. ഒരു വയസ്സിന് എനിക്ക് 43 ഇഞ്ചോ എങ്ങാണ്ടാണ് ഞങ്ങളുടെ TV. ബട്ട് എങ്കിലും അതിൽ കണ്ടിട്ടും ഐ ആം നോട്ട് ഹാപ്പി ബിക്കോസ് ദിസ് ഡിസേർവ്ഡ് എ തിയേറ്ററിക്കൽ വാച്ച് എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പം ഇപ്പോഴും നിങ്ങളുടെ അവിടുത്തെ നല്ല തിയേറ്ററിലൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക. ഐ തിങ്ക് ഐമാക്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഗൈസ്. ഐമാക്സുള്ള തിയേറ്ററിൽ ഇപ്പോഴും ഓടുന്നുണ്ട് ഈ പടം. ആൻഡ് ആക്ച്വലി ഐമാക്സിലൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഭയങ്കര പൈസയാണ് ഇത്. ബേസിക്കലി ഞാനൊന്നും പോവാത്ത 600 700 രൂപയൊക്കെ ആവും പൈസ. അപ്പോൾ ബേസിക്കലി അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. സോ ഗോ വാച്ച് ഇറ്റ്. ആൻഡ് ഐ റിയലി ലവ് ദ മൂവി ഗൈസ്. മൂവി ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞ് പണ്ട് സ്റ്റാർ മൂവീസിലൊക്കെ വരുമായിരുന്നു. ഇതാ മൂവി ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞ് പണ്ട് അവഞ്ചേഴ്സൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു പടമാണ് ഗൈസ് മൂവി ഓഫ് ദി ഇയർ. അതുപോലത്തെ ഒരു പടം എന്ന് വെച്ചാൽ ഈ വർഷത്തെ ഗംഭീര പടം അതാണ് ഗൈസ്. സത്യം പറഞ്ഞ ബ്രാഡ് പിറ്റിൻ്റെ F1 എന്ന് പറഞ്ഞ പടം. ആൻഡ് പുള്ളി തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ആം സോ ഹാപ്പി ഫോർ ദിസ് മൂവി. സച്ച് എ ഗ്രേറ്റ് മൂവി ഗൈസ്. സത്യം പറയാം ഈ പടം ഇന്ത്യയിലും കണ്ട് നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഐ ബിലീവ് എത്രയോ 100 കോടി എങ്ങാണ്ട് അടുപ്പിച്ച് കളക്ഷൻ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഐ ഡോണ്ട് നോ ബട്ട് സ്റ്റിൽ ചില്ലം പടം ഒന്നുമില്ല. ഐ റിഗ്രറ്റ് ഇറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ദ ബൈ.